ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ കെയർ സീരീസിൻ്റെ 5ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഈ ഒരു ജെല്ലാണ്. നമ്മുടെ ഹെയർ നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ ഗ്രോത്ത് ജെല്ലാണിത്. അപ്പോൾ ഈ ഒരു ജെല്ല് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ജെല്ല് ഉണ്ടാക്കാനായിട്ട് ചെമ്പരത്തിപ്പൂ വേണം. അപ്പോൾ ഞാനിവിടെ ഒരു 10-15 ചെമ്പരത്തിപ്പൂവോളം എടുത്തിട്ടുണ്ട്. പിന്നെ റോസാപ്പൂ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റോസാപ്പൂ ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ എനിക്ക് കിട്ടിയതുകൊണ്ട് എടുത്തതേ ഉള്ളൂ. റോസാപ്പൂ കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്, നമ്മുടെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് വേണ്ടത് ഫ്ലാക്സീഡാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൈപ്പിടിക്ക് 2 പിടി ഫ്ലാക്സീഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊരു 2 ഗ്ലാസ് വെള്ളത്തിൽ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളപ്പിച്ചെടുക്കുമ്പോൾ നമുക്കൊരു ജെല്ല് പോലെ കിട്ടും. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു പാകമാകുന്ന വരെ നിങ്ങൾ തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ചെമ്പരത്തിപ്പൂവൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു കളറായിരിക്കും. അപ്പോൾ അതിന് ശേഷം നമുക്കിതൊരു കുപ്പിയിൽ അടച്ച് സൂക്ഷിക്കാം. നമുക്കിത് 1-2 ആഴ്ച ഉപയോഗിക്കാം. നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അത്ര പെട്ടെന്നൊന്നും കേടാവില്ല. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുടിയിൽ ജടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ചീകി വൃത്തിയാക്കിയിട്ട് കളയുക. ഇതുപോലെ പല്ലകലുള്ള ചീർപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടിയിൽ ജടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ചീകി വൃത്തിയാക്കുക. ജടയൊക്കെ ഉണ്ടെങ്കിൽ അത് കളഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകും. നമ്മൾ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്യുന്ന സമയത്ത് മുടിയൊക്കെ നന്നായിട്ട് കൊഴിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നന്നായിട്ട് ജടയൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് ജടയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ഓയിൽ നമുക്ക് നമ്മുടെ സ്കാൽപ്പിൽ കുറച്ചെടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ ഞാൻ എടുത്തിട്ട് സ്കാൽപ്പിൽ മൊത്തമായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെമ്പരത്തിയുടെ ജെല്ല് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരു സെക്ഷൻ എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടി നന്നായിട്ട് നീളം വെക്കാനായിട്ട്, മുടി നല്ല സോഫ്റ്റ് ആവാനും സ്മൂത്ത് ആവാനും മുടിക്ക് നല്ലൊരു ഷൈനിങ് കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണിത്. ഒരു ഹെയർ പാക്ക് നമുക്ക് 1 മണിക്കൂറൊക്കെ നമ്മുടെ തലയിൽ വെക്കാവുന്നതാണ്. പിന്നെ തണുപ്പ് പറ്റാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു 10-20 മിനിറ്റ് മാത്രം വെച്ചിട്ട് തല വാഷ് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും ഈ ഒരു പാക്ക് 1 മണിക്കൂർ വെക്കാറുണ്ട്. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു പാക്കാണ്. നന്നായിട്ട് മുടി നീളം വയ്ക്കും. സ്കാൽപ്പിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ ഹെയറിലും കൂടെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം. മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ മുടിയിൽ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. സ്കാൽപ്പിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എൻ്റെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് നമ്മുടെ ഹെയറിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓരോ ലെയർ ഇങ്ങനെ എടുത്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് കെട്ടി വയ്ക്കാം.
ബാക്കിയുള്ളതും കൂടി ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തലയിൽ 1 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം. അപ്പോൾ ഷാമ്പൂ എന്നിട്ട് വാഷ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് സാധാരണ വെള്ളത്തിലായാലും വാഷ് ചെയ്ത് കളയാം. ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാമ്പൂ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാം. അല്ലെങ്കിൽ ചെറുപയറുപൊടിയോ താളിപ്പൊടി എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഹെയർ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.